തിരുവനന്തപുരം വർക്കലയിൽ പട്ടാപ്പകൽ വ്യാപാര സ്ഥാപനത്തിൽ നിന്ന് പണം തട്ടിയെടുത്തതായി പരാതി. വർക്കല ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന ബിജോയ് രാജേന്ദ്രന്റെ ജ്യൂസ് പാർലറിൽ നിന്നാണ് പണം തട്ടിയെടുത്തത്. കട ഉടമയുടെ സുഹൃത്താണെന്ന വ്യാജേന ഷോപ്പിലെത്തി ജോലിക്കാരിൽ നിന്ന് പണം തട്ടിയെടുക്കുകയായിരുന്നു. പരാതി നൽകിയിട്ടും പോലീസ് നടപടി സ്വീകരിക്കില്ലെന്ന് ആക്ഷേപമുണ്ട്. ഇന്നലെ വൈകുന്നേരം 5:30 മണിയോടെയാണ് നല്ല രീതിയിൽ വസ്ത്രങ്ങൾ ധരിച്ച മാന്യനാണെന്ന് തോന്നിക്കുന്ന ഒരാൾ വർക്കല ജംഗ്ഷനിലെ ബിജോയ് രാജേന്ദ്രന്റെ ജ്യൂസ് പാർലറിലെത്തുന്നത്. ബിജോയുടെ സുഹൃത്താണെന്നും 7000 രൂപ നൽകണമെന്നും ബിജോയ് ഫോണിലുണ്ടെന്നും ഇയാൾ ജോലിക്കാരിയോട് പറഞ്ഞു. ജോലിക്കാരിയെ വിശ്വസിപ്പിക്കുന്ന തരത്തിൽ പ്രതി ഫോണിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. 7000 രൂപ കടയിലില്ലെന്നും 1200 രൂപ മാത്രമേ ക്യാഷ് കൗണ്ടറിലുള്ളൂവെന്നും ജീവനക്കാരി അപരിചിതനോട് പറഞ്ഞു. തുടർന്ന് ആ കാശ് നൽകാൻ ഇയാൾ ആവശ്യപ്പെട്ടു. ജോലിക്കാരി നൽകിയ 1200 രൂപയുമായി ആ മാന്യവസ്ത്രധാരി കടന്നുകളഞ്ഞു. വൈകുന്നേരത്തോടുകൂടി ബിജോയ് കടയിലെത്തിയപ്പോഴാണ് താൻ കബളിപ്പിക്കപ്പെട്ട വിവരം ജീവനക്കാരി മനസ്സിലാക്കിയത്. ഞാൻ കുഞ്ഞുമോനെന്ന് പറയുന്ന ഒരാൾ പൈസ കൊണ്ടുവരും, അപ്പൊ ഇയാളെ മേടിച്ച് വെക്കുമെന്ന് കേട്ടോ. അപ്പൊ എന്റെ ഞാൻ പറഞ്ഞു മേടിക്കാൻ നോക്കും. എന്നിട്ട് ഫോൺ ചെവിയിൽ വെച്ചിട്ട് അത് പ്രേട്ടയുടെ കയ്യിൽ കൊടുത്താൽ മതിയെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞ് മുതലാളിക്ക് സംസാരിക്കുന്നുണ്ടൊക്കെ എൻ്റെ അടുത്ത് സംസാരിച്ചു. അത് 1000 അത് എത്ര ഉണ്ടോ ഇതിനകത്ത് നോക്കാൻ പറഞ്ഞായിരുന്നു. ഞാൻ പറഞ്ഞു 1100 രൂപ എന്നാണ്. അതൊരു 1200 രൂപ മുതലാളി തരാൻ പറഞ്ഞായിരുന്നു. അന്ന് ഇന്റെ ചേട്ട ഒരു 1200 രൂപ എങ്കിൽ കൊണ്ടുവരുന്ന 7000 രൂപയെന്ന് ഈ 1200 രൂപ മുതലാളികൾക്ക് ഈ 1200 രൂപ കുറച്ചിട്ട് ബാലൻസ് മുതലാളിയിലേക്ക് കൊടുത്താൽ മതിയെന്ന് പറഞ്ഞായിരുന്നു. കടയിൽ നിന്ന് ലഭിച്ച പണം തട്ടിയെടുത്ത മാന്യവസ്ത്രധാരിയുടെ CCTV ദൃശ്യങ്ങളടക്കം പോലീസിൽ കടയുടമ പരാതി നൽകി. എന്നാൽ ഇതുവരെ പോലീസ് അന്വേഷണം ആരംഭിച്ചില്ലെന്നാണ് ആക്ഷേപം. ASIയുടെ കയ്യിലാണ് കംപ്ലൈന്റ് കൊടുത്തത്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ എന്നെ ഒരു പോലീസുകാരൻ വിളിച്ചു. എൻ്റെ അടുത്ത് ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ ഇവിടെ വരുമെന്നാണ് പറഞ്ഞത്. സ്റ്റേഷനിൽ വരും, ഇവിടെ ഷോപ്പിൽ വരുമെന്ന് പറഞ്ഞു. ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു, ഒന്നില്ല. ഇത്രയും സമയമായിട്ടും പിന്നെ അതിനുശേഷം യാതൊരു റെസ്പോൺസും ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് ഭയങ്കരമായിട്ടൊരു വിഷമമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം നമ്മളൊരു കംപ്ലൈന്റ് കൊടുത്തിട്ട് പ്രോപ്പറായിട്ടൊരു റെസ്പോൺസ് ഇല്ല. കാരണം ഇനി അത് റിപ്പീറ്റ് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇത്രയും ചെറിയ തുക തട്ടിയെടുക്കുവാനെത്തിയ മാന്യ വ്യക്തി ആരാണെന്നറിയുവാനുള്ള കൗതുകത്തിലാണ് വർക്കല നഗരത്തിലെ ജനങ്ങളും മറ്റ് വ്യാപാരികളും. റിപ്പോർട്ടർ, തിരുവനന്തപുരം.